കുറേ നാളത്തെ ഒരു ഉറക്കമില്ലാത്തൊരു പണിയായിരുന്നു ഇത്. ഇതിപ്പം നമ്മളെന്താ നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ ഒരു ഫയൽ. ഞാൻ സെക്കൻഡ് സെമസ്റ്റർ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. അപ്പം നഴ്സിംഗ് ഫൗണ്ടേഷൻ ഫയൽ നമുക്ക് വെക്കണം. നമുക്കൊരു ഏകദേശം എല്ലാം കൂടി കൂട്ടി ഒരു 12 റിക്വയർമെൻറ്റ്സ് നമുക്ക് വെക്കണമായിരുന്നു. അപ്പം നമ്മളങ്ങനെ ഓരോ ഉറക്കമില്ലാത്ത രാത്രി എല്ലാ റിക്വയർമെൻറ്റ്സും തന്നെ എഴുതും. പിറ്റേ ദിവസം കറക്ഷൻ കിട്ടും, പിന്നെ എഴുതും, കറക്ഷൻ കിട്ടും, പിന്നെ എഴുതും, കറക്ഷൻ കിട്ടും. അങ്ങനെയായിരുന്നു ഒരു 2-3-4 തവണ കറക്ഷൻ കിട്ടിയിട്ടുണ്ട് ഏകദേശം. പിന്നെ നമ്മളത് അവസാനം എല്ലാം കൂടെ നഴ്സിംഗ് ഫൗണ്ടേഷൻ ഫയലിലോട്ട് വെക്കുവാണ്. അപ്പം അതിന് മുന്നായിട്ട് നമ്മൾ എല്ലാ ഹിസ്റ്ററി കളക്ഷനും 2 ഹിസ്റ്ററി കളക്ഷൻ, 2 ഫിസിക്കൽ എക്സാമിനേഷൻ, 2 ഡ്രഗ് പ്രൊഫൈല്, 2 ഫാൾ റിസ്ക്, 2 ബ്രേഡൻ സ്കെയില്, 2 കെയർ പ്ലാന്, പിന്നെ 2 ലെസൺ പ്ലാന്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 12 റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമ്മളിത് ഈ ഫയലിൽ വെക്കുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ ഈ ബ്ലൂ കളറിലെ ടേപ്പ് ഇതുപോലെ ഒട്ടിച്ച് നല്ല വൃത്തിക്ക് ഒട്ടിക്കണം. വൃത്തിയാണ് മെയിൻ. വൃത്തിക്ക് ഒട്ടിച്ചിട്ട് നമ്മൾ സൈഡിൽ ഇരിക്കുന്ന എന്തെങ്കിലും കുറുത്തിപ്പുണ്ട് അതൊക്കെ കണ്ടിച്ച് കളഞ്ഞിട്ട് നമ്മളത് ഇതേപടി പയ്യെ ഒട്ടിച്ച് നമ്മളത് ഫയലോട്ട് വെക്കണം. അതായിരുന്നു ടാസ്ക്കുള്ള പണി. പിന്നെ നമുക്ക് നമ്മുടെ നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ ഫയൽ പൊതിയണം. ഇതാണ് നമ്മുടെ ഫയല്. ഈ ഫയലാണ് നമ്മളൊരു ബ്രൗൺ ഷീറ്റ് ഇട്ട് പൊതിയണേ. അതും വെവ്വേറെ ബ്രൗൺ ഷീറ്റ് പറ്റില്ല. എല്ലാവർക്കും ഒരേപോലെ ഇരിക്കുന്ന ഒരേ കളറിൽ ഒരു ബ്രൗൺ ഷീറ്റാണ് വേണ്ടത്. പിന്നെ നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റും ഉണ്ട്. തുടക്കത്തിൽ തന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കാണിച്ചായിരുന്നല്ലോ. ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വിട്ട് നമ്മൾ ഈ ബ്രൗൺ ഷീറ്റിനെ മണ്ടയ്ക്കിട്ട് പൊതിയണം. അതിന് മുന്നായിട്ട് നമ്മൾ നഴ്സിംഗ് ഫൗണ്ടേഷൻ ഫയൽ എന്ന് പറഞ്ഞൊരു പ്രിൻ്റ് ഉണ്ട്. ആ പ്രിൻ്റ് ഔട്ട് ഇതേപോലെ ഒട്ടിച്ച് വെക്കണം. അതിന് മണ്ടയ്ക്ക് രജിസ്റ്റർ നമ്പറും ഒട്ടിക്കണം. അത് കഴിഞ്ഞാണ് നമ്മൾ ഈ ഫയൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൊണ്ട് പൊതിയുന്നത്. പിന്നെ ഇവിടെ ദേവിയുടെ എല്ലാം ഇങ്ങനെ ബ്ലൂ കളറിലെ ടേപ്പ് വെച്ച് ഒട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് പഞ്ച് ചെയ്യണം. അപ്പം നമ്മൾ ഓടി നടന്ന് എല്ലാവർക്കും എന്തായാലും പഞ്ച് ചെയ്യാനുണ്ട്. നമ്മളെ ഹോസ്റ്റലേഴ്സ് തന്നെ ഇവിടെ ഉണ്ട് മലയാളികൾ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പിരിവിട്ടൊരു പഞ്ചിങ് മെഷീൻ മേടിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ഇങ്ങനെ ഒട്ടിക്കലും പരിപാടിയൊക്കെ കുറച്ച് ടാസ്ക്കുള്ള പണിയായതുകൊണ്ട് നമ്മളങ്ങനെ ഒട്ടിക്കലും പരിപാടിയൊന്നും ഇല്ല. എനിക്കും ദേവിയാണ് ചെയ്തു തന്നത്. പിന്നെ അപ്പുറത്തെ റൂമിൽ നിന്ന് അനബല വന്നു. അവളും അവളുടെ പരിപാടി തുടങ്ങി. നമ്മൾ കോളേജ് വിട്ട് വന്നു കഴിഞ്ഞിട്ട് ഉടനെ ഇരുന്നാണ് ഇത് ചെയ്യുന്നത്. കാരണം രാത്രി ചെയ്ത് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. അതുകൊണ്ട് നമ്മൾ രാത്രിയിലേക്ക് ഇങ്ങനെ പണികൾ കൂടുതലും വെക്കാറില്ല. പിന്നെ ദേവി എനിക്ക് ഒട്ടിച്ച് തന്നു. പിന്നെ എനിക്ക് വേണ്ടി പഞ്ച് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറേ ഉള്ളത് തന്നെ നമ്മൾ 2ആയിട്ട് മടക്കിയിട്ട് ഇതുപോലെ നമ്മൾ പഞ്ച് ചെയ്യുക. അപ്പം 2 ഹോൾ വരത്തക്ക രീതിയിൽ അങ്ങനെ പഞ്ച് ചെയ്യണം. പിന്നെ രാത്രി ചെന്നപ്പോഴത്തേക്കും ഹരി ഇരുന്ന് നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ ഫയൽ സെറ്റാക്കുന്ന കണ്ടു, പഞ്ച് ചെയ്തൊക്കെ വെക്കുന്ന കണ്ടു. അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ ഫയൽ.